إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وعلى آله وصحبه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار عباد الله أوصيكم بتقوى الله. മനുഷ്യൻ ധാരാളം തരത്തിലുള്ള വേദനകളും പ്രയാസങ്ങളും ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലായി അവന്റെ ഹൃദയങ്ങളിൽ ഇരുട്ട് നിറക്കുന്ന, ഭാരം നിറക്കുന്ന പല തരത്തിലുള്ള ടെൻഷനും പേറി നടക്കുന്നവരാണ്. ഹൃദയങ്ങൾക്കുള്ള ഈ വേദനകൾ അതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 തരത്തിലുള്ള കാര്യങ്ങളായി വേർതിരിച്ച് നമുക്ക് വാക്കുകൾ ഉപയോഗിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒന്ന്, കഴിഞ്ഞുപോയ കാര്യങ്ങളെ സംബന്ധിച്ച് ആലോചിച്ച്, ജീവിതത്തിൽ കടന്നുപോയ വിഷമങ്ങളെക്കുറിച്ച് ആലോചിച്ച് വരുന്ന പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, അതിനറബിയിൽ ഹുസ്ൻ എന്ന വാക്കാണ് ഉപയോഗിക്കുക. ദുഃഖം എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ നമുക്ക് പറയാവുന്ന ഹുസ്ന്, കഴിഞ്ഞുപോയ കാര്യങ്ങൾ ഓർത്തിട്ട് വരുന്നവ. രണ്ടാമത്തേത്, ഭാവിയിലുള്ള കാര്യങ്ങൾ ആലോചിച്ചുള്ള ടെൻഷൻ, അതിനാണ് അറബിയിൽ ഹമ്മ് എന്ന് പറയുക. വരാനിരിക്കുന്ന കാര്യങ്ങൾ എന്തായിരിക്കും ആകുക, അത്തരം പ്രയാസങ്ങൾ കൊണ്ട് ഹൃദയം ഇരുട്ടടയുന്ന അവസ്ഥ. മൂന്നാമത്തേത്, നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ, ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലുള്ള ഭാരം, ഹൃദയത്തിൽ ഏറ്റുവച്ചിട്ടുള്ള ഭാരം, അതാണ് ഗമ്മ് എന്ന അറബിയിൽ പറയുക. ഈ 3 കാര്യങ്ങളും മനുഷ്യ ഹൃദയങ്ങളിൽ നിന്ന് നീങ്ങിപ്പോകണമെങ്കിൽ അതിന് ചില അസ്ബാബുകൾ, ചില കാരണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു വച്ചിട്ടുണ്ട്. അവ ഉൾക്കൊള്ളുകയും അതനുസരിച്ച് അമൽ ചെയ്യുകയും ചെയ്തെങ്കിൽ മാത്രമേ ജീവിതത്തിൽ ഹുസ്നോ അല്ലെങ്കിൽ ഗമ്മോ അല്ലെങ്കിൽ ഹമ്മോ അതിൽ നിന്നെല്ലാം തുറവി ലഭിക്കുകയും മനസ്സ് വിശാലമാവുകയും ചെയ്യുകയുള്ളൂ. അതിനുള്ള കാരണങ്ങൾ വളരെ സത്യസന്ധമായി അല്ലാഹുവിലേക്ക് അവന്റെ ഉബൂദിയ്യത്ത് അംഗീകരിച്ചുകൊണ്ടുള്ള മടക്കം, അവന്റെ അടിമയായി അവന്റെ മുന്നിൽ ഹൃദയം പൊട്ടിത്തകർന്ന് എല്ലാ തരത്തിലുമുള്ള താഴ്മയും വിനയവും അല്ലാഹുവിനോട് കാണിച്ച് പരിപൂർണമായ ഖുദൂഉം ഇസ്തിസ്ലാമും അല്ലാഹുവിന്റെ മുന്നിൽ സമർപ്പിച്ച് അല്ലാഹുവിന്റെ ഖളായിലും ഖദറിലുമുള്ള ഈമാൻ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ ഉറപ്പിച്ച് അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള മഅരിഫ, അല്ലാഹുവിനെ കുറിച്ചുള്ള അറിവ്, അവന്റെ അസ്മാഅുകളെക്കുറിച്ചും
അവന്റെ സിഫാത്തുകളെക്കുറിച്ചുമുള്ള അറിവ് അത് നേടുകയും അതുകൊണ്ട് അള്ളാഹുവിനോട് തവസ്സുലാക്കുകയും അള്ളാഹുവിന്റെ കിതാബിൽ ഈമാൻ ഉൾക്കൊള്ളുകയും അള്ളാഹുവിന്റെ കിതാബ് പഠിക്കുകയും ജീവിതത്തിൽ അത് പകർത്തുകയും ചെയ്താൽ ജീവിതത്തിൽ വരുന്ന ഇത്തരം പ്രയാസങ്ങളെല്ലാം നീങ്ങി ഹൃദയം വളരെ തുറന്നതായി, പ്രയാസങ്ങളെല്ലാം നീങ്ങി സന്തോഷമുള്ളതായി മാറാൻ ഇത് സഹായിക്കും. ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിലും ഇബ്നു ഹിബ്ബാൻ അദ്ദേഹത്തിന്റെ സ്വഹീഹിലും റിവായത്ത് ചെയ്തിട്ടുള്ള സ്വഹീഹായ അല്ലാമത്തുൽ അൽബാനി റഹ്മഹുല്ലാഹ് സ്വഹീഹ് എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള ഹദീസിൽ നമുക്ക് കാണാം, അൻ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ഖാല അബ്ദുൻ ഖത്ത് ഇദാ അസാബഹു ഹമ്മുൻ ഔ ഹുസ്നുൻ, ഏതൊരടിമ അവന് ജീവിതത്തിൽ ഹമ്മോ ഹുസ്നോ കഴിഞ്ഞുപോയ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള പ്രയാസങ്ങൾ ആലോചിച്ച് ഹൃദയം വ്യഥ കൊള്ളുന്ന ദുഃഖങ്ങളോ അല്ലെങ്കിൽ വരാനിരിക്കുന്ന കാര്യങ്ങളിൽ എന്തു സംഭവിക്കുമെന്നറിയാത്ത ഭാവിയെക്കുറിച്ചുള്ള ടെൻഷനോ അവനെ ബാധിച്ചാൽ, എന്നിട്ട് ഇങ്ങനെ പറഞ്ഞാൽ, അല്ലാഹുമ്മ ഇന്നി അബ്ദുക വബ്നു അബ്ദിക വബ്നു അമതിക നാസിയതി ബിയദിക മാദിൻ ഫിയ ഹുക്മുക അദ്ലുൻ ഫിയ ഖദാഉക അസ്അലുക അല്ലാഹുമ്മ ബികുല്ലി ഇസ്മിൻ ഹുവ ലക സമ്മൈത ബിഹി നഫ്സക ഔ അൻസൽതഹു ഫീ കിതാബിക ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക ഔ ഇസ്തഅ്സർത ബിഹി ഫീ ഇൽമിൽ ഗൈബി ഇൻദക അൻ തജഅലൽ ഖുർആന റബീഅ ഖൽബി വനൂറ സദ്രി വജലാഅ ഹുസ്നി വദഹാബ ഹമ്മി എന്നൊരാൾ ദുആ ചെയ്താൽ ഇല്ലാ അദ്ഹബല്ലാഹു അസ്സ വജല്ല ഹമ്മ, അവന്റെ മുഴുവൻ ടെൻഷനും അല്ലാഹ് നീക്കിക്കളയാതിരിക്കില്ല, പോക്കിക്കളയാതിരിക്കില്ല. വഅബ്ദലഹു മകാന ഹുസ്നിഹി ഫർഹ, അവന്റെ വ്യഥകളുടെ കഴിഞ്ഞുപോയ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ദുഃഖങ്ങളുടെ സ്ഥാനത്ത് സന്തോഷം അല്ലാഹു പകരം നൽകാതിരിക്കില്ല. മറ്റൊരു റിവായത്തിൽ ഫറജ, അവന്റെ ഹൃദയങ്ങളുടെ ആ കെട്ട്, ആ കുടുസ് അല്ലാഹു തുറന്നു കൊടുക്കാതിരിക്കില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത് കേട്ടപ്പോൾ സ്വഹാബത്ത് റിദ്വാനുല്ലാഹി തആല അലൈഹിം അജ്മഈൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചത്, യാ റസൂലല്ലാഹ് യംബഗി ലനാ അൻ നതഅല്ലമ ഹാദിഹിൽ കലിമാത്ത്, ഈ വാക്കുകൾ ഞങ്ങൾക്ക് പഠിക്കൽ അനിവാര്യമാണോ? ഇത് ഞങ്ങൾക്ക് പഠിക്കൽ അനിവാര്യമല്ലേ റസൂലേ? ഖാല അജൽ, അതെ അനിവാര്യമാണ്. യംബഗി ലിമൻ സമിഅഹുന്ന അൻ യതഅല്ലമഹുൻ, അത് കേട്ടിട്ടുള്ളവർ അത് പഠിച്ചിരിക്കൽ അനിവാര്യം തന്നെയാണ്. ജീവിതത്തിൽ കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചുള്ള ദുഃഖങ്ങളോ വരാനിരിക്കുന്ന കാര്യങ്ങൾ, ഭാവിയിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചുള്ള ടെൻഷനുകളോ, ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ വ്യഥ പേറുന്ന ഭാരങ്ങളോ ഇല്ലാത്ത ആരാണുള്ളത്? അള്ളാഹുവിന്റെ ഒരടിമ ഈ ദുആ, അതിലുള്ള മആനികൾ കൃത്യമായി മനസ്സിലാക്കി, ദുആകൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ വാക്കുകൾ പഠിച്ച് വെറുതെ ഉരുവിടുന്നതല്ല, വെറുതെ നാവുകൊണ്ട് മന്ത്രിക്കുന്നതല്ല, നേരെ മറിച്ച് അതിന്റെ മആനികൾ, ആശയങ്ങൾ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങുകയും എന്നിട്ട് പറയുകയും ചെയ്യുന്ന വാക്കുകളായിരിക്കണം അവ. എങ്കിലാണത് അതിന്റെ കൃത്യമായ തഅ്സീർ, അതിന് അല്ലാഹു വച്ചിട്ടുള്ള ഫലം അതിന്റെ പരിപൂർണതയിൽ ലഭിക്കുക അതിലൂടെ മാത്രമാണ്. അതിനാൽ ഇതിന്റെ ഓരോ ഭാഗവും ആലോചിക്കുന്നവൻ, ചിന്തിക്കുന്നവൻ 4 ഉസൂലുകൾ ഈ വാക്കുകളിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഒന്നാമത്തെ അസ്ല് തഹ്ഖീഖുൽ ഉബൂദിയ്യ ലില്ലാഹ്, അല്ലാഹുവിന് ഉബൂദിയ്യത്ത് പൂർത്തീകരിക്കലാണ്. നമ്മൾ അവന്റെ അടിമകളാണ്, അവനാണ് നമ്മുടെ റബ്ബ്, അവന്റെ അടിമകൾ മാത്രമാണ് നമ്മൾ. അവന്റെ മുന്നിൽ ഹൃദയം തകർന്ന് താണ് കേണ് നിൽക്കാൻ, അവന്റെ മുന്നിൽ ഇസ്തിസ്ലാമും ഖുദൂഉം കാണിക്കാൻ അല്ലാഹുവിന്റെ അടിമകളാണ് നമ്മൾ എന്നുള്ള ആ അംഗീകാരം, അത് നാവുകൊണ്ട് ഏറ്റുപറയുന്ന ആ വാക്ക്, അതാണ് അല്ലാഹുമ്മ ഇന്നി അബ്ദുക വബ്നു അബ്ദിക വബ്നു അമതിക. അല്ലാഹുവേ, ഞാൻ നിന്റെ അടിമയാണ്,
നിന്റെ ഒരു അടിയാന്റെ പുത്രനാണ്, നിന്റെ ഒരു അടിയാത്തിയുടെ പുത്രനാണ്. ഞാനും എന്റെ മാതാപിതാക്കൾ അവിടുന്ന് അങ്ങോട്ട് എന്റെ തലമുറകൾ മുഴുവനും ചെന്ന് ആദം നബി മുതൽ ആദം നബിയും ഹവ്വാ ബീവിയും അടക്കമുള്ള എന്റെ മാതാപിതാക്കളെല്ലാം തന്നെ റബ്ബേ നിന്റെ അടിമകളാണ്. ഞങ്ങളെല്ലാം നിന്റെ മമാലീക്കുകൾ മാത്രമാണ്. ഈ ഉബൂദിയത്ത് അംഗീകരിക്കുന്ന അള്ളാന്റെ ദാസനാണ്, അള്ളാന്റെ അടിമയാണ്. അള്ളാന്റെ മുന്നിൽ അങ്ങേയറ്റം നിസ്സാരനായി ചെറുതായി നിൽക്കാൻ സാധിക്കുന്ന ഇതാണ് ആദ്യത്തെ അസ്വല് ഈ ദുആയിൽ നമ്മെ പഠിപ്പിക്കുന്നത്. രണ്ടാമത്തെ കാര്യം അയ്യുമിനൽ അബ്ദു ബിഖദാഇല്ലാഹി വഖദരിഹി, അല്ലാഹുവിന്റെ ഖദായിലും ഖദറിലുമുള്ള വിശ്വാസം അത് ഈ ദുആയിൽ ഊട്ടിയുറപ്പിക്കുന്നത് കാണാം. മാഷാ അല്ലാഹു കാൻ വമാ ലം യശഅ ലം യകുൻ, അല്ലാഹു ഉദ്ദേശിച്ചത് മാത്രമേ ഉണ്ടാവൂ. അല്ലാഹു ഉദ്ദേശിക്കാത്തതൊന്നും സംഭവിക്കുന്നില്ല. എല്ലാം അവന്റെ കയ്യിൽ മാത്രമാണ്. അവൻ വിധിച്ച വിധിയെ തടുക്കാൻ ആർക്കും കഴിയില്ല. അവൻ നടപ്പാക്കുന്നത് ഒഴിവാക്കാൻ ആരെക്കൊണ്ടും കഴിയില്ല. മാ യഫ്തഹില്ലാഹു ലിന്നാസി മിൻ റഹ്മത്തിൻ ഫലാ മുംസിക ലഹാ, അല്ലാഹു ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്ന ഒരു കാരുണ്യം പിടിച്ചു വെക്കാൻ ആരെക്കൊണ്ടും സാധിക്കില്ല. വമാ യുംസിക് ഫലാ മുർസില ലഹ്, അല്ലാഹു തടഞ്ഞു വെച്ചത് അഴിച്ചു വിട്ടു തരാനും ആരെക്കൊണ്ടും കഴിയില്ല. അല്ലാഹു ഒരു കാര്യം, അല്ലാഹു ഒരു റഹ്മത്ത് തുറന്നു തന്നാൽ അത് തടുത്തു നിർത്താനോ അല്ലാഹു എങ്ങാനും തടഞ്ഞു വെച്ചാൽ അത് തുറന്നു തരാനോ അവന്റെ അടിമകളുടെ കൂട്ടത്തിൽ ആർക്കും തന്നെ സാധിക്കില്ല. അതുകൊണ്ടാണ് ഈ ദുആയിൽ പറഞ്ഞത് അല്ലാഹുമ്മ ഇന്നി അബ്ദുക് വബ്നു അബ്ദിക് വബ്നു അമതിക് നാസിയതി ബിയദിക്, നാസിയതി ബിയദിക്, എന്റെ മൂർധാവ് റബ്ബേ നിന്റെ കയ്യിലാണ്. നാസിയത്ത് എന്ന് പറഞ്ഞാൽ മുഖദ്ദമുർ റഅസ്, തലയുടെ മുൻഭാഗം, മൂർധാവ്, അത് റബ്ബേ നിന്റെ കയ്യിലാണ്. നീയാണ് എന്നെ നിയന്ത്രിക്കുന്നവൻ. മാദിൻ ഫിയ ഹുക്മുക്, എന്നിൽ നടപ്പായിക്കൊണ്ടിരിക്കുന്നത് മുഴുവൻ നിന്റെ വിധിയാണ്. നിന്റെ വിധി എന്നിൽ നടപ്പാവുക തന്നെ ചെയ്യും. അത് തടുക്കാൻ ആരെക്കൊണ്ടും സാധിക്കില്ല. അദിലും ഫിയ ഖലാഉക്, റബ്ബേ ഇതുവരെയും എന്റെ ജീവിതത്തിൽ നീ തീരുമാനിച്ചിട്ടുള്ള തീരുമാനങ്ങളെല്ലാം തന്നെ നീതിപൂർണമാണ് റബ്ബേ. നിന്റെ വിധിയെല്ലാം, നിന്റെ തീരുമാനങ്ങളെല്ലാം പരിപൂർണമായും നീതിയുള്ളതാണ്. ഒരു നുരുമ്പ് പോലും അക്രമം നീ കാണിച്ചിട്ടില്ല. വമാ റബ്ബുക ലിളല്ലാമിൻ ലിൽ അബീദ്, നിന്റെ റബ്ബ് അടിമകളോട് അല്പം പോലും അക്രമം കാണിക്കുന്നവനല്ല. നമ്മളെ എല്ലാവരെയും നിയന്ത്രിക്കുന്നത്, എല്ലാ പടപ്പുകളെയും നിയന്ത്രിക്കുന്നത് അല്ലാഹു മാത്രമാണ്. പിന്നെ ഒരു പടപ്പിന്റെ അടുക്കലേക്ക് ഹൃദയം തിരിയില്ല. എല്ലാവരും അവന്റെ മമാലീക്കുകളാണ്. ഞാനും എല്ലാ പടപ്പുകളും, ആദം നബി മുതൽ ഹവ്വാ ബീവി മുതൽ എന്റെ മാതാപിതാക്കൾ എല്ലാവരും, എല്ലാ സൃഷ്ടിജാലങ്ങളും അള്ളാന്റെ അടിമകൾ മാത്രമാണ്. നമ്മിൽ നടപ്പായിക്കൊണ്ടിരിക്കുന്നത് അള്ളാന്റെ തീരുമാനങ്ങൾ മാത്രമാണ്. അതിനാൽ എന്റെ കാര്യം മറ്റൊരു പടപ്പിനേൽപ്പിക്കേണ്ടതില്ല. എന്റെ തവക്കുൽ മുഴുവനും റബ്ബേ നിന്റെ മേലാണ്. അതാണ് ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞിട്ടുള്ളത്, ഇന്നി തവക്കൽതു അലല്ലാഹ്, ഞാൻ അല്ലാഹുവിൽ എന്റെ കാര്യങ്ങൾ മുഴുവൻ ഏൽപ്പിച്ചിരിക്കുന്നു. റബ്ബി വ റബ്ബുക്കും, എന്റെയും നിങ്ങളുടെയും റബ്ബായ അല്ലാഹുവിന്റെ മേൽ. മാ മിൻ ദാബത്തിൻ ഇല്ലാ ഹുവ ആഖിദുൻ ബിനാസിയതിഹാ, ഏതൊരു ജീവജാലമുണ്ടോ അതിന്റെ എല്ലാം മൂർധാവ് അവന്റെ കയ്യിലാണ്. അവനാണ് അവയെ മുഴുവനും നിയന്ത്രിക്കുന്നത്. ഇന്ന റബ്ബി അലാ സിറാത്തിൻ മുസ്തഖീം, എന്റെ റബ്ബ് ഏറ്റവും നേരെയായ വഴിയിലാകുന്നു. അവൻ എന്നെ നേർവഴിക്ക് നയിക്കും. അവൻ എന്റെ പ്രയാസങ്ങൾ നീക്കിത്തരും. അവന്റെ മേലാണ് എന്റെ കാര്യങ്ങൾ മുഴുവനും ഞാൻ ഭരമേൽപ്പിക്കുന്നത് എന്ന് ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത് ഇതേ അർത്ഥത്തിലാണ്. മൂന്നാമത്തെ കാര്യം, മൂന്നാമത്തെ അസ്വല് ഈ ദുആയിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു തരുന്നത് അയ്യുമിനൽ അബ്ദു ബി അസ്മാഇല്ലാഹിൽ ഹുസ്ന വസിഫാതിഹിൽ ഉലാ, ഒരടിമ അല്ലാഹുവിന്റെ അസ്മാകളിലും അവന്റെ സിഫാത്തുകളിലും ഈമാനുള്ളവരായിരിക്കണം എന്നുള്ളതാണ്. അള്ളാന്റെ കിതാബിലും റസൂലുള്ളാന്റെ സുന്നത്തിലും വന്നിട്ടുള്ള മുഴുവൻ അസ്മാകളും സിഫാത്തുകളും അള്ള നമുക്കറിയിച്ചു തന്നതും അള്ള അറിയിച്ചു തരാത്തതുമായ അവന്റെ മുഴുവൻ അസ്മാകളിലും ഞാൻ ഈമാനുള്ളവനാണ് എന്ന അംഗീകാരമാണ്, പ്രഖ്യാപനമാണ്. ആ അസ്മാകൾ വെച്ചുകൊണ്ടുള്ള അള്ളാഹുവിലേക്കുള്ള തവസ്സുലാണ് ഈ ദുആയിൽ അടുത്ത ഭാഗത്ത് പഠിപ്പിക്കുന്നത്.
അസ്അലുക അല്ലാഹുമ്മ ബികുല്ലി ഇസ്മിൻ ഹുവ ലക് സമ്മൈത ബിഹി നഫ്സക്. അല്ലാഹുവേ, നിന്റെ മുഴുവൻ അസ്മാഉകളും മുൻനിർത്തി ഞാൻ നിന്നോട് ചോദിക്കുന്നു. സമ്മൈത ബിഹി നഫ്സക്, നീയാണ് നിന്റെ നഫ്സിന് ആ പേരുകൾ വെച്ചിട്ടുള്ളത്. അള്ളാഹ്ക്ക് പേര് വെച്ചു കൊടുക്കാൻ ഒരു പടപ്പിന് കഴിയില്ല. അള്ളാഹു തന്നെയാണ് അവനുള്ള പേരുകൾ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അവൻസൽതഹു ഫീ കിതാബിക്, അല്ലെങ്കിൽ നീ ഏതെങ്കിലും ഗ്രന്ഥത്തിൽ അവതരിപ്പിച്ചിട്ടുള്ള പേരുകൾ. അവല്ലംതഹു അഹദൻ മിൻ ഖൽഖിക്, അതല്ലെങ്കിൽ നിന്റെ പടപ്പുകളിൽ ഏതെങ്കിലും ഒരു നബിക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള പേരുകൾ. അവിസ്തഅ്സർത ബിഹി ഫീ ഇൽമിൽ ഗൈബി ഇൻദക്, അതുമല്ലെങ്കിൽ ആർക്കും അറിയിച്ചു കൊടുക്കാതെ നിന്റെ ഇൽമുൽ ഗൈബിൽ നീ പ്രത്യേകമായി തെരഞ്ഞെടുത്തു വച്ചിട്ടുള്ള നാമങ്ങൾ, ആ മുഴുവൻ നാമങ്ങളും മുൻനിർത്തിയാണ് റബ്ബേ ഞാൻ നിന്നോട് ചോദിക്കുന്നത്. അള്ളാഹുവിന്റെ അസ്മാഉകൾ, സിഫാത്തുകൾ, അത് മുൻനിർത്തിയാണ് അള്ളാഹുവിനോട് ചോദിക്കുന്നത്. അള്ളാഹു പറഞ്ഞു, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിനുള്ളതാകുന്നു ഏറ്റവും സുന്ദരമായ നാമങ്ങൾ. ഫദ്ഉഹു ബിഹാ, നിങ്ങൾ ദുആ ചെയ്യുകയാണെങ്കിൽ, അള്ളാഹനെ വിളിക്കുന്നുവെങ്കിൽ ആ പേരുകൾ കൊണ്ടാണ് വിളിക്കേണ്ടത്. വദറുല്ലദീന യുൽഹിദൂന ഫീ അസ്മാഇഹി, അള്ളാഹുവിന്റെ അസ്മാഉകളിൽ ഇൽഹാദ് കാണിക്കുന്ന, കൃത്യവിലോപം കാണിക്കുന്ന, ശിർക്ക് വെക്കുന്ന, കളവ് കാണിക്കുന്ന, കള്ളം കെട്ടിപ്പറയുന്ന ആളുകളെ നീ വിട്ടേക്ക്. സയുജ്സൗന മാ കാനൂ യഅമലൂൻ, അവർ ചെയ്തിട്ടുള്ളതിന്റെ ഫലം അവർക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അള്ളാഹു പറഞ്ഞു, ഖുലിദുല്ലാഹ് അവിദുർ റഹ്മാൻ അയ്യമ്മാ തദ്ഉ ഫലഹുൽ അസ്മാഉൽ ഹുസ്ന, നിങ്ങൾ അല്ലാഹ് എന്ന് വിളിക്കൂ, റഹ്മാൻ എന്ന് വിളിക്കൂ. അള്ളാഹനെ നിങ്ങൾ ഏതു തന്നെ വിളിക്കുന്നുവെങ്കിലും അവന് അസ്മാഉൽ ഹുസ്നയുണ്ട്, അവൻ തെരഞ്ഞെടുത്തിട്ടുള്ള പേരുകളുണ്ട്. അതുകൊണ്ടായിരിക്കണം അള്ളാഹനെ നിങ്ങൾ വിളിക്കേണ്ടത്. ഈ അസ്ലാണ് മൂന്നാമതായി ഹദീസിൽ നമ്മെ പഠിപ്പിച്ചു തരുന്ന കാര്യം. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന്റെ ദുഃഖം, ഒരു മനുഷ്യന്റെ വ്യഥ, അവന്റെ പ്രയാസങ്ങൾ, ജീവിതത്തെ ബാധിക്കുന്ന എല്ലാ തരത്തിലുമുള്ള കഴിഞ്ഞുപോയ കാര്യങ്ങൾ ആലോചിച്ചിട്ടുള്ള വ്യഥകളാകട്ടെ, ഭാവിയിൽ വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ടെൻഷനാകട്ടെ, നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തിലുള്ള ഭാരമാകട്ടെ, ഏതു തന്നെ ഇറക്കി വെക്കാനും അള്ളാഹുവിനെ അറിയണം. അള്ളാഹനെ അറിയേണ്ടതുപോലെ അറിയണം, അവനെ ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെടണം. അതിന് അള്ളാഹുവിന്റെ അസ്മാഉകളും സിഫാത്തുകളും പഠിക്കുക തന്നെ വേണം. അതുകൊണ്ടാണ് സലഫുകളിൽ ചിലർ പറഞ്ഞിട്ടുള്ളത്, മൻ കാന ബില്ലാഹി അഅറഫ് കാന മിൻഹു അഖ്വഫ്, ആരാണോ അള്ളാഹുവിനെ ഏറ്റവും നന്നായി മനസ്സിലാക്കിയിട്ടുള്ളവൻ, അവൻ അള്ളാഹുവിനെ ഏറ്റവും നന്നായി ഭയപ്പെടുന്നവനായിരിക്കും. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ എന്നല്ലാഹു പറഞ്ഞതുപോലെ തന്നെ. അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ വ്യഥകളെല്ലാം നീക്കാൻ അള്ളാഹുവിനോട് തവസ്സുലാക്കേണ്ടത് അവന്റെ അസ്മാഉകൾ, അവന്റെ സിഫാത്തുകൾ മുൻനിർത്തിയായിരിക്കണം. ഇതാണ് മൂന്നാമത്തെ അസ്ല്. നാലാമത്തെ കാര്യം ഖുർആൻ. ഖുർആൻ നമ്മുടെ ജീവിതത്തിന്റെ വഴികാട്ടിയാകണം. ഖുർആൻ പഠിക്കണം നമ്മൾ, അതിന്റെ മആനികൾ ഉൾക്കൊള്ളണം. അതിന്റെ മആനികൾ മരിച്ചിരിക്കുന്ന ഹൃദയങ്ങൾക്ക് ജീവൻ നൽകുന്നതാണ്, വസന്തമാണത് ഹൃദയങ്ങൾക്ക്. അൻത ജഅലൽ ഖുർആന റബീഅ ഖൽബി വനൂറ സദ്രി വജലാഅ ഹമ്മി വജലാഅ ഹമ്മി വദഹബ ഹമ്മി വജലാഅ ഹുസ്നി എന്നീ ദുആയിൽ പഠിപ്പിച്ചത് അതുകൊണ്ടാണ്. അല്ലാഹുവേ, ഖുർആനിന്റെ എന്റെ ഹൃദയത്തിന്റെ വസന്തമാക്കി തീർക്കണം. വസന്തം പുഷ്പിച്ചു നിൽക്കുന്ന, എല്ലാ ഭൂമിക്ക് മുഴുവൻ ജീവൻ വെക്കുന്ന ആ സമയം പോലെ എന്റെ ഹൃദയം നിന്റെ കിതാബ് കൊണ്ട് ജീവനുള്ളതാക്കി തീർക്കണം. അതിന്റെ ഉപകാരം എനിക്ക് തരണം. ഖുർആൻ കൊണ്ട് ജീവിക്കുന്ന ഒരു ഹൃദയത്തിൽ കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യഥകളില്ല, വരാനിരിക്കുന്ന ഭാവി എന്താകുമെന്നുള്ള ടെൻഷനില്ല, നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തിന്റെ ഭാരം അള്ളാഹുവിനെ ഏൽപ്പിച്ചു കഴിഞ്ഞു, തവക്കുലാക്കി കഴിഞ്ഞു. എല്ലാ കാര്യങ്ങളും അത് വിശാലമായിരിക്കും ആ ഹൃദയം. പക്ഷേ ഖുർആനുമായി നമുക്കുള്ള ബന്ധമെന്ത്? ഖുർആനിനെ നമ്മുടെ ഹൃദയത്തിന്റെ വസന്തമാക്കിയിട്ടുണ്ടോ നമ്മൾ? അൻത ജഅലൽ ഖുർആന റബീഅ ഖൽബി വനൂറ സദ്രി, എന്റെ ഹൃദയത്തിന്റെ വെളിച്ചമാക്കി തരണം. വദഹാബ ഹമ്മി, എന്റെ ടെൻഷനുകളെല്ലാം, ഭാവിയെക്കുറിച്ച് ആലോചിക്കുമ്പോഴുള്ള എന്റെ പ്രയാസങ്ങളെല്ലാം നീക്കിക്കളയുന്നതാക്കി തീർക്കണം. വജലാഅ ഹുസ്നി, എന്റെ ദുഃഖങ്ങളെല്ലാം, കഴിഞ്ഞുപോയ എന്റെ വ്യഥകളെല്ലാം നീക്കിത്തരുന്നതാക്കി തീർക്കണേ റബ്ബേ എന്ന് ദുആ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുആയിൽ ഈ 4 ഉസൂലുകൾ നമ്മെ പഠിപ്പിച്ചു. അള്ളാഹുവിലുള്ള ഉബൂദിയത്തിന്റെ തഹ്ഖീഖ്, അതാണ് ഒന്നാമത്തെ കാര്യം. അള്ളാഹുവിനെ അറിയേണ്ടതുപോലെ അറിയുക,
അവന്റെ അടിമയായിരിക്കുക, അവന്റെ മുന്നിൽ താണ് കേണപേക്ഷിക്കുക. അതാണ് ഒന്നാമത്തെ കാര്യം. അല്ലാഹുമ്മ ഇന്നി അബ്ദുക വബ്നു അബ്ദിക എന്ന് തുടങ്ങുന്ന വാക്കുകൾ. രണ്ടാമത്തെ അസ്വല് അള്ളാഹുവിന്റെ ഖളായിലും ഖദറിലുമുള്ള ഈമാനാണ്. ഖളായിലും ഖദറിലുമുള്ള ഈമാൻ ഉണ്ടെങ്കിൽ ജീവിതത്തിൽ ഈ പറഞ്ഞ പ്രയാസങ്ങളില്ല. അല്ലാഹ് ഉദ്ദേശിച്ചത് മാത്രമാണ് നടക്കുന്നത്. പിന്നെന്ത്? ഇനി എനിക്കെന്തെങ്കിലും ഒന്ന് തലകുത്തി മറിഞ്ഞിട്ട് മാറ്റാനുണ്ടോ? അല്ലാഹ് തന്നെ തീരുമാനിക്കണം. മൂന്നാമത്തെ കാര്യം അള്ളാഹുവിന്റെ അസ്മാഉകളും സിഫാത്തുകളും പഠിക്കുകയും അതനുസരിച്ച് ജീവിതം പരിവർത്തിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. നാലാമത്തെ കാര്യം അള്ളാഹുവിന്റെ കിതാബ് പഠിക്കുകയും പാരായണം ചെയ്യുകയും ഹൃദയത്തിന് ജീവൻ നൽകുന്ന വിധം, അത് ഹൃദയത്തിന്റെ വസന്തമാക്കി തീർക്കുന്ന വിധം അതിന്റെ മആനികൾ തദബ്ബുറ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ പ്രയാസങ്ങളും, കഴിഞ്ഞുപോയത് ആലോചിച്ചുള്ള വ്യതകളും, വരാനിരിക്കുന്ന കാര്യങ്ങളിലുള്ള ടെൻഷനുകളും, അതുപോലെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ ഭാരവും എല്ലാം അല്ലാഹു നീക്കിത്തരുമാറാകട്ടെ. അല്ലാഹു അവന്റെ അസ്മാഉൽ ഹുസ്ന കൊണ്ട്, അവന്റെ സിഫാത്തുൽ ഉല കൊണ്ട് അവനോട് തവസ്സുലാക്കിക്കൊണ്ട് നമ്മൾ പറയുന്നു, റബ്ബേ, നമ്മുടെ എല്ലാ പ്രയാസങ്ങളും, എല്ലാ ഹമ്മും, എല്ലാ ഹുസുനും, എല്ലാ ഗമ്മും നീ ഞങ്ങൾക്ക് നീക്കിത്തരണമേ റബ്ബേ. അഖൂലു ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു യഗ്ഫിർ ലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين وأشهد أن لا إله إلا الله وحده لا شريك له ولي الصالحين وأشهد أن محمدا عبده ورسوله إمام المتقين صلى الله عليه وعلى آله وصحبه الطيبين الطاهرين وسلم تسليما مزيدا إلى يوم الدين أما بعد فاتقوا الله عباد الله. ഈ ദുആകളെല്ലാം നമ്മെ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. സുദീർഘമാണ് ഞാൻ ഈ പറഞ്ഞ ദുആ. പക്ഷേ സഹാബത്ത് അത് കേട്ടപ്പോൾ തന്നെ ചോദിച്ചത്, റസൂലെ, ഞങ്ങളത് പഠിക്കൽ അനിവാര്യമാണല്ലേ? അതേ, കേട്ടിട്ടുണ്ടെങ്കിൽ പഠിച്ചിരിക്കണം. കാരണം ജീവിതത്തിൽ ഈ പ്രയാസങ്ങളില്ലാത്ത ആരുമില്ല, പ്രയാസത്തെ നീങ്ങുന്നില്ല. ഈ ദുആകളൊന്നും നമുക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വേറെ പലയിടത്തേക്കാണ്, മനഃശാസ്ത്രജ്ഞന്മാരുടെ അടുത്തേക്കാണ്, കൗൺസലിംഗ് സെന്ററുകളിലേക്കാണ്, പിന്നെ പലയിടങ്ങളിലേക്കാണ്. അവിടെ നിന്ന് വിട്ടിട്ട് അള്ളാന്റെ മുന്നിൽ നിന്ന് പടപ്പുകളുടെ അടുക്കലേക്കാണ്. പിന്നെ ഏതെങ്കിലും ഒരു ചരടിന്മേലും ഒരു ജാറത്തിലോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാര്യത്തിലോ ഒക്കെ ആയിരിക്കും. അതല്ലെങ്കിൽ പിന്നെ ഉറക്കുകുളിക കുടിച്ചിട്ട് അങ്ങനെ ഉറങ്ങേണ്ടി വരും. കാരണം ഇതൊന്നും നമുക്കറിയില്ല. ഇനി ഇതൊത്രയൊക്കെ തന്നെ പഠിക്കാൻ കഴിയില്ലെങ്കിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് വലിയ റഹ്മത്ത് കാണിച്ചിട്ടുണ്ട്. വാക്കുകൾ കുറെ അധികം പറയണമെന്നില്ല. ഈ ആശയങ്ങൾ മുഴുവനും വളരെ കുറഞ്ഞ വാക്കിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേറെയും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അസ്മാ ബിൻത് ഉമൈസ് റളിയല്ലാഹു തആല അൻഹ, അവരെ വിളിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, അലാ ഉഅല്ലിമുക്കി കലിമാത്ത്, നിനക്ക് ഞാൻ കുറച്ച് വാക്കുകൾ പഠിപ്പിച്ചു തരട്ടെ. കലിമാത്ത്, കുറഞ്ഞ വാക്കുകൾ. നിനക്ക് വല്ല വേദനകളോ വ്യഥകളോ നിന്നെ അലട്ടുന്നുവെങ്കിൽ അതിൽ നിന്ന് അല്ലാഹു നിനക്ക് ആ വാക്കുകൾ കൊണ്ട് ഫറജ് തരും, ആശ്വാസം തരും. അവർ പറഞ്ഞു, റസൂലെ, പഠിപ്പിച്ചു തന്നാലും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു അല്ലാഹു റബ്ബി ലാ ഉശ്രികു ബിഹി ഷൈആ. അല്ലാഹു അല്ലാഹു റബ്ബി ലാ ഉശ്രികു ബിഹി ഷൈആ എന്ന് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അബൂദാവൂദ് അദ്ദേഹത്തിന്റെ സുനനിൽ ഇതേ ദുആയെ സംബന്ധിച്ച് പഠിപ്പിക്കുന്നത് കാണാം. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയിൽ നിന്നുള്ള റിവായത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ കുടുംബത്തെ മുഴുവൻ വിളിച്ചുകൂട്ടിയിരുത്തിയിട്ട് ഈ ദുആ പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. നിങ്ങൾക്കൊരു വേദന വന്നാൽ, പ്രയാസം വന്നാൽ ദുആ ഇരക്കേണ്ടത് ഇതുകൊണ്ടാണ്, തൗഹീദ് കൊണ്ടാണ്. അല്ലാഹ് അല്ലാഹു റബ്ബി, രണ്ട് തവണ അല്ലാഹു അല്ലാഹു റബ്ബി. ഒന്നാമത്തേത് മുബ്തദഅ, രണ്ടാമത്തേത് തൗക്കീദ്, തൗക്കീദുൽ ലഫ്ളി, അതിനു വേണ്ടിയാണ്, ഉറപ്പിച്ച് തറപ്പിച്ച് പറയുന്നതിന് വേണ്ടിയാണ്. അല്ലാഹുവാണ് എന്റെ റബ്ബ്, അല്ലാഹു അല്ലാഹു റബ്ബി, അവൻ മാത്രമാണ് എന്റെ റബ്ബ്. അല്ലാഹുമ്മ ഇന്നി അബ്ദുക് വബ്നു അബ്ദിക് വബ്നു അമതിക് നാസിയതി ബിയദിക്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. അല്ലാഹു അല്ലാഹു റബ്ബി ലാ ഉശ്രികു ബിഹി ഷൈആ, ലാ ഉശ്രികു ബിഹി ഷൈആ, അവനിൽ ഞാനൊരു വസ്തുവും പങ്കു ചേർക്കില്ല.
ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളെയും നീക്കാൻ തൗഹീദ് പോലെ മറ്റൊരു മരുന്നില്ല. അല്ലാമത്ത് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഫവായിദിൽ ഈ ഹദീസുകളൊക്കെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് കാണാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കൂ, പ്രയാസങ്ങളിൽ അകപ്പെടുന്ന സന്ദർഭത്തിലുള്ള ദുആകൾ മുഴുവൻ തൗഹീദിന്റേതാണ്. മത്സ്യത്തിന്റെ വയറ്റിൽ കുടുങ്ങിക്കിടന്ന സന്ദർഭത്തിൽ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തത് അതുകൊണ്ടാണ്. ലാ ഇലാഹ ഇല്ല അൻത് സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അല്ലാഹുവിന്റെ തൗഹീദും നമ്മുടെ അടുക്കലുള്ള തെറ്റുകുറ്റങ്ങൾ അംഗീകരിക്കലും കൂടി ഒന്നിച്ചു വന്നാൽ ഒരടിമ റബ്ബിന്റെ മുന്നിൽ അത്ര നിസ്സാരനായ ഹൃദയം പൊട്ടിത്തകർന്ന് അവന്റെ മുന്നിൽ വിനീതനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അവിടെ റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള ഫറജ് ഉറപ്പാണ്. എല്ലാ പ്രയാസങ്ങളും അവിടെ നീങ്ങുമെന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ ഈ മആനികൾ വെറുതെ 2-3 വാക്കുകളല്ല. അത് നേരത്തെ ഞാൻ ഉദ്ധരിച്ചു തന്നിരിക്കുന്ന ഇമാം അഹ്മദ് റിവായത്ത് ചെയ്ത ആ ദീർഘമായ ഹദീസ് ഉണ്ടല്ലോ, അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. അള്ളാഹുവിന്റെ വഹദാനിയത്ത്, അവന്റെ റുബൂബിയത്ത്, അവന്റെ ഉലൂഹിയത്ത്, അവന്റെ അസ്മായിലും സിഫാത്തിലുമുള്ള ഈമാൻ, അവന്റെ ഖളായിലും ഖദറിലുമുള്ള ഈമാൻ, ഇതൊക്കെ അല്ലാഹു റബ്ബി എന്ന് പറയുന്നതിൽ റുബൂബിയത്തിലുള്ള ഈമാനുണ്ട്, ഖളായിലും ഖദറിലുമുള്ള ഈമാനുണ്ട്. ലാ ഉശ്രികു ബിഹി ശൈഅ എന്നതിൽ അള്ളാഹുവിന്റെ ഉലൂഹിയത്തിൽ, അവന്റെ വഹദാനിയത്തിൽ, അവന്റെ ഉബൂദിയത്തിലുള്ള ഈമാൻ അതിലുണ്ട്. ഇത് തന്നെയാണ് ആ വാക്കും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ ദുആകൾ ജീവിതത്തിൽ അത്തരം പ്രയാസങ്ങൾ വരുന്ന ഘട്ടത്തിൽ നാവിൽ നാം അറിയാതെ തന്നെ അത് വന്നു കഴിയും. ഹൃദയത്തിൽ അത് ഉറച്ചതാണെങ്കിൽ, തൗഹീദ് ഉറച്ചിട്ടുള്ള, അള്ളാഹുവിനെ അറിയുന്ന, അവന്റെ അസ്മാഉകൾ അറിയുന്ന, അവന്റെ സിഫാത്തുകൾ അറിയുന്ന, അവന്റെ കിതാബ് പഠിച്ചിട്ടുള്ള, അതനുസരിച്ച് കാര്യങ്ങൾ ആലോചിക്കുന്ന, അവന്റെ ഖളായിലും ഖദറിലുമുള്ള ഈമാൻ ഹൃദയത്തിൽ ഉറപ്പിക്കുന്ന ആളുകൾക്ക് ഇല്ല പിന്നെ കഴിഞ്ഞുപോയ കാര്യങ്ങളുടെ വ്യഥ. അത് കഴിഞ്ഞുപോയി. അഥവാ അവർക്ക് ഭാവിയെക്കുറിച്ചുള്ള ടെൻഷൻ ഉണ്ടെങ്കിൽ ആ ടെൻഷൻ ഈ ദുനിയാവിന്റെ കാര്യത്തെക്കുറിച്ചല്ല. ഹമ്മുഹുൽ ആഖിറ മൻ കാനത്തിൽ ആഖിറത്തു ഹമ്മു, അവന്റെ ഹമ്മ് മുഴുവൻ ആഖിറത്തിനെ കുറിച്ച് മാത്രമാണ്. ഭാവി ആലോചിച്ച് പ്രയാസപ്പെടണമെങ്കിൽ അത് മരിച്ചു കഴിഞ്ഞതിനുള്ളത്. ഇവിടുത്തെ കാര്യത്തെക്കുറിച്ച് പ്രയാസമില്ല. അത് എഴുതപ്പെട്ട് മഷി ഉണങ്ങിയ കാര്യമാണ്. അതിനപ്പുറത്തേക്കൊന്നും സംഭവിക്കാനില്ല. അതിലും ഫിയ ഖദാഉക് മാലിൻ ഫിയ ഹുക്മുക് അതിലും ഫിയ ഖദാഉക്, അതിനപ്പുറത്തേക്കൊന്നും വരാനില്ല. ആ കാര്യത്തിലാണ് നമ്മൾ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്നത്, ഹൃദയത്തിൽ ഭാരം കയറ്റി വെച്ചിരിക്കുന്നത്. ഒരാളുടെ മുഖത്തും ഒരു സന്തോഷം കാണാനില്ല. എല്ലാവരും ഈ പറഞ്ഞ പോലെ ഉറക്കോളിയിട്ടിട്ടില്ലെങ്കിൽ കിടന്നുറങ്ങാൻ കഴിയില്ല. ജീവിതത്തിലോ പൈസക്കൊരു കുറവില്ല, സൗകര്യങ്ങൾക്കൊരു കുറവില്ല. ഹൃദയത്തിന്റെ ഉള്ള് ഇരുട്ടടഞ്ഞു കിടക്കുകയാണ്. ആ വെളിച്ചം വരാൻ ഇത്തരം ദുആകൾ നമുക്ക് വെളിച്ചം നൽകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വഹദാനിയത്ത് അംഗീകരിക്കുന്ന, അവനെ അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ടുള്ള, എന്നിട്ട് അവനിലേക്ക് കാര്യങ്ങൾ തവക്കുലാക്കുന്ന, അവന്റെ ഖളായിലും ഖദറിലും ഈമാൻ ഉൾക്കൊള്ളുന്ന അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കട്ടെ. ബാറക്കല്ലാഹു ലനാ വലക്കും ഫിൽ ഖുർആനിൽ കരീം വനഫഅനാ വഇയ്യാകും ബിമാ ഫീഹി മിനൽ ആയാതി വദ്ദിക്രിൽ ഹകീം. وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. وقوموا إلى صلاتكم يرحمكم الله.